നമസ്കാരം, ചുരുക്കിയ ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുന്നത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ട്രെയിനറെയാണ്, അതായത് മോട്ടിവേഷൻ ട്രെയിനർ. നിരവധി പുരസ്കാരങ്ങൾ കൂടാതെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവിനെയാണ്. തുറയൂരിൻ്റെ സ്വന്തം കനകദാസേട്ട്. നമുക്ക് പരിചയപ്പെടാം, കുറച്ച് നിമിഷം അദ്ദേഹത്തോടൊപ്പം നമുക്ക് ചിലവഴിക്കാം. നമസ്കാരം സാർ. നമസ്കാരം മിസ്റ്റർ ബിജു. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ലാതെ പോകുന്നു. ഈടായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ കാണാറില്ലല്ലോ? അത് കുറച്ച് ആക്റ്റീവ് അല്ല, എന്നാലും ഉണ്ട്. എന്നാൽ പോലും കൂടുതൽ ആക്റ്റീവ് അല്ല. കാരണം വെച്ചാൽ ഞാനൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. 4 വർഷത്തോളം. 7 വർഷമായി. ഇപ്പം ട്രെയിനിങ് രംഗത്ത് സജീവമാണ്. പിന്നെ സജീവമാണ്. ട്രെയിനിങ് അത്യാവശ്യം ഉണ്ടാവാറുണ്ട്, എങ്കിലും ലോങ്ങിലൊന്നും പോയിട്ട് ട്രെയിനിങ് ചെയ്യാറില്ല. മുമ്പ് ഈ ഒരു നമ്മുടെ ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയത് എവിടുത്തെ ട്രെയിനിങ്ങിനായിരുന്നു? എറണാകുളത്ത്. അത് പറയുമ്പോഴേ ഞങ്ങളുടെ ഗുരുനാഥനായിട്ടുള്ള ഞങ്ങളെ എമർജൻസി മെഡിസിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഡോക്ടർ വേണുഗോപാൽ സാറിനെ സ്മരിക്കണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥനാണ്. അദ്ദേഹം മുഖേനയാണ് ഞങ്ങൾ എമർജൻസി, ഞാനിപ്പോൾ ചെയ്യുന്ന ട്രെയിനിങ് ഒക്കെ അദ്ദേഹം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഏഞ്ചൽസ് ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ, അതിൻ്റെ കീഴിലാണ് ഞങ്ങൾ ഗിന്നസ് റെക്കോർഡ് കൈവരിച്ചിരിക്കുന്നത്. ഒരേ സമയം 36,000 വിദ്യാർത്ഥികൾക്ക് എറണാകുളം നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തുള്ള ഷിയാൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ആ പ്രോഗ്രാം നടത്തിയിരുന്നത്. ഒരേ സമയം 36,000 പേർക്ക് ട്രെയിനിങ് നൽകിയിട്ട് വേൾഡ് റെക്കോർഡ് നേടിയ നമ്മുടെ സ്വന്തം കനകേട്ടൻ നമ്മുടെ കൂടെ നിൽക്കുന്നത്, അത് നമ്മുടെ നാടിന് അഭിമാനമാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന വലിയൊരു മോട്ടിവേഷൻ ട്രെയിനർ കൂടെയാണ് ഇദ്ദേഹം. ഇപ്പോൾ അടുത്ത കാലത്ത് ചെയ്തിരിക്കുന്ന SPC ഏതൊക്കെയായിരുന്നു ക്ലാസ്? SPC സ്റ്റുഡൻറ് പോലീസ് ട്രെയിനിങ്സ്, അതുപോലെ തന്നെ ജൂനിയർ റെഡ് ക്രോസ്, NSS, NCS, അതുപോലെ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള സ്പെഷ്യൽ ക്യാമ്പുകൾ, ലൈബ്രറി കൗൺസിൽ, പബ്ലിക്. എന്തായാലും ഈ 25 വർഷത്തിനിടയ്ക്ക് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഇത് ക്ലാസ് ഒരു ഫുൾ ഡേ ആണോ അല്ലെങ്കിൽ മണിക്കൂറുകളാണോ? 2 മണിക്കൂർ ക്ലാസ് ആണ്. 2 മണിക്കൂർ ക്ലാസ് ആണ്. ഇതുവരെയും ഞാൻ സൗജന്യ സേവനമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതുവരെയും. ഇപ്പോഴും ഞാൻ ആക്സിഡന്റ് പറ്റിയപ്പോൾ സ്വന്തമായിട്ട് പ്രത്യേകിച്ചിട്ട് വരുമാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ചെറിയൊരു റെമ്യൂണേഷൻ ചോദിക്കാറുണ്ട്. അപ്പം ചെറിയൊരു റെമ്യൂണേഷനിൽ നമുക്ക് നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ, അത് SPC ആയാലും NCC ആയാലും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആയാലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും, അതായത് കുടുംബശ്രീ, റെസിഡൻസ് അസോസിയേഷൻ, കാരണം ഈ ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ളത് നമുക്കൊരു അത്യാവശ്യമായൊരു കാര്യമാണ്. പെട്ടെന്ന് ഒരാൾ തളർന്ന് വീണ് അല്ലെങ്കിൽ ഒരു അറ്റാക്ക് വന്നാലൊക്കെ അത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് എയ്ഡിൻ്റെ സംഗതി? ഫസ്റ്റ് എയ്ഡ് സാധാരണയായിട്ട് ഒരു മരണം സംഭവിക്കുന്നത് ഹോസ്പിറ്റലിന് വെളിയിൽ വെച്ചിട്ട്, ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഇന്ന് അത്യാവശ്യം എല്ലാ ഹോസ്പിറ്റലുകളിലുണ്ട്. അപ്പം ഒരു 70% മരണങ്ങൾ ഹോസ്പിറ്റലിന് വെളിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബിജു, എല്ലാവർക്കും ഇപ്പോഴത്തെ അതിനൂതന ചികിത്സാ രീതി അറിയാത്തത് കൊണ്ടാണ്. ജസ്റ്റ് ഒരു CPR എന്നൊരു ട്രെയിനിങ് ഉണ്ട്. ജസ്റ്റ് കാർഡിയാക് കംപ്രഷൻ്റെ CPR, കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുന്നിലൊരു മരണം, അത്യാഹിത മരണം ഉണ്ടാവില്ല. ജസ്റ്റ് പുനരുജ്ജീവന പ്രക്രിയയിലൂടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഏത് തരത്തിലും അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ നൽകുന്ന CPR ആണ് അവരെ പുനരുജ്ജീവന പ്രക്രിയ നടത്തിക്കൊണ്ട് ഒരു 30:2 എന്ന് പറയുന്ന ഒരു മെത്തേഡാണത്. 30 പ്രാവശ്യം കാർഡിയാക് കംപ്രഷൻ നൽകുക. സ്റ്റേർണം എന്ന വശത്ത് കാർഡിയാക് കംപ്രഷൻ നടത്തുന്നു, 2 ടൈം ബ്രെത്ത് കൊടുക്കുന്നു. അതിനുശേഷം അത് ഒരു 5 സൈക്കിളെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു. വീണ്ടും അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു. പേഷ്യൻസ് മാക്സിമം കുറഞ്ഞ ഒരു 5 സൈക്കിൾ ചെയ്യുമ്പോൾ തന്നെ പേഷ്യൻസ് കണ്ണ് തുറക്കും. ഇനി അഥവാ കണ്ണ് തുറന്നിട്ടില്ലെങ്കിലും ആ പേഷ്യൻസ് ഒരിക്കലും മരിക്കുന്നില്ല. നമ്മളെ കയ്യിൽ ആ കംപ്രഷനിൽ അവരുടെ ജീവൻ നിലനിൽക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത്, ഇതുപോലുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഉടൻ തന്നെ ആംബുലൻസ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് ഏറ്റവും അടുത്ത എല്ലാ ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇതൊരു സാധാരണക്കാരെ സംബന്ധിച്ച് പലർക്കും ഇത് അറിയില്ല. പെട്ടെന്ന് ഇപ്പം ഒരാൾ ജസ്റ്റ് ഒരു തെങ്ങുമെന്ന് വീണു, അല്ലെങ്കിൽ ജസ്റ്റ് ബിൽഡിങ്ങിൽ നിന്ന് വീണു, ഒന്ന് എടുക്കാനൊക്കെ ആൾക്കാർക്ക് പേടിയാണ്. എല്ല് പൊട്ടി ഉണ്ടാവുമോ അല്ല എങ്ങനെ ഉണ്ടാവും എന്നുള്ള. അത് എന്താണ് ഒരു പറയാനുള്ളത്? തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ് ഞാൻ പറയുന്നത്. അറിയാത്ത ആളുകൾ എടുക്കരുത് ദയവായിട്ട്. എങ്ങനെയായാലും ഏതൊരു വീഴ്ചയിലും നമ്മൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാറില്ല, അല്ലെങ്കിൽ പബ്ലിക്കിനെ പഠിപ്പിക്കാറുള്ളത് സ്പൈൻ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെന്ന്. നമ്മൾ ഈ നട്ടലിന് പരിക്ക് പറ്റിക്കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കോട്ടി ചുരുട്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ആജീവാനന്ദം ബെഡ് റെസ്റ്റാണ്. ആജീവാനന്ദം. നിങ്ങൾ എന്തായിരിക്കും അദ്ദേഹത്തിനെ കോട്ടി എടുത്തിട്ട് നിങ്ങൾ ഒരു സേവകനായിട്ടാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ നന്മ, പക്ഷേ അദ്ദേഹത്തിൻ്റെ നന്മയല്ല അത്, അദ്ദേഹത്തിൻ്റെ തിന്മയാണത്. നിങ്ങളെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെച്ചർ കൊണ്ടുവന്നിട്ട് മാത്രമേ ആ പേഷ്യൻസിനെ എടുത്തിട്ട് ആംബുലൻസിലേക്ക് കയറ്റാവോ, അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഇനിയുള്ള താങ്കളുടെ സേവനങ്ങൾ നേരത്തെ പറഞ്ഞു ചെറിയൊരു റെമ്യൂണറേഷൻ വാങ്ങിയിട്ട്, അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ സ്ഥാപനങ്ങളിലേക്കും, അതായത് റെസിഡൻസ് അസോസിയേഷൻ, കുടുംബശ്രീ അംഗങ്ങൾ, അംഗൻവാടി മുതൽ, കാരണം ഇത് ജീവനുള്ളിടത്തോളം കാലം ആ ജീവൻ നിർത്താനുള്ള മാർഗവും നമുക്ക് അനിവാര്യമാണ്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ സേവനം ഇനിയും നമ്മുടെ നാടിന് ആവശ്യമാണ്. ഇനിയൊരു ജീവൻ ഒരു അപകടത്തിലോ അല്ലെങ്കിൽ ഒരു ദാരുണമായിട്ട് പൊലിയാതിരിക്കാനായിട്ട്
ഇദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ എല്ലാവർക്കും വിനിയോഗിക്കാം. താഴെ കാണുന്ന നമ്പറിൽ ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ, അത് കൂടാതെ നല്ലൊരു മോട്ടിവേഷൻ ട്രെയിനർ കൂടെയാണ് കേട്ടോ. എങ്ങനെ നമുക്കൊരു ജീവിതം തുടങ്ങണം, എങ്ങനെ ജീവിത ലക്ഷ്യത്തിലേക്ക് ഒരു യാഥാർത്ഥ്യ ലക്ഷ്യത്തിലേക്ക് എത്താനൊക്കെ കുട്ടികളെ പരിപൂർണ്ണമായിട്ട് പ്രാപ്തി. എത്ര അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്? ഞാൻ നിരവധി തവണ സംസ്ഥാന അവാർഡ് ജേതാവാണ്. അതുപോലെ തന്നെ ജില്ലാ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ജില്ല സ്റ്റെപ്പ് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് എൻ്റെ പ്രവർത്തനങ്ങളെ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ കയറിയിരിക്കുന്നത്. ആദ്യം ജില്ലാ അവാർഡ്, ഡിസ്ട്രിക്ട് അവാർഡാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അതിനുശേഷം 2 ഇയേഴ്സിന് ശേഷം ഞാൻ സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കി, വീണ്ടും സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കി, പിന്നീട് നാഷണൽ അവാർഡ് കരസ്ഥമാക്കി, പിന്നീട് ഞങ്ങളുടെ ഏഞ്ചൽസ് ഇൻ്റർനാഷണലിൻ്റെ ടീമിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡും കൈവരിക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ അഭിമാനിക്കുന്നു. ഞങ്ങളുടെ ഒരു മീഡിയയിലൂടെ, ചുരുക്ക ഓൺലൈൻ മീഡിയയിലൂടെ ഇദ്ദേഹത്തെ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ആഗ്രഹിക്കുന്നവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു വ്യക്തിയോടൊപ്പം മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാമെന്ന ശുഭവിശ്വാസത്തോടെ നന്ദി, നമസ്കാരം.